എൻ്റെ കൂടെയുള്ള ആരും ശരിയല്ല, എല്ലാവരും സ്വാർത്ഥരാണ്. ഇങ്ങനെയൊരു പരാതിയുമായിട്ടാണ് അയാൾ ഗുരുവിൻ്റെ അടുത്തെത്തിയത്. ഒരു ചെറു പുഞ്ചിരിയോടെ ഗുരു അദ്ദേഹത്തെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. അയാൾ തുടർന്നു, എൻ്റെ ഭാര്യയും മക്കളും കൂടെ ജോലി ചെയ്യുന്നവരും അയൽവാസികളും ആരും എന്നെ സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. നിശബ്ദമായി ഗുരു അയാളെയും കൂട്ടി നിരവധി കണ്ണാടികൾ സ്ഥാപിച്ചിരുന്ന ഒരു മുറിയിലേക്കെത്തി. കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ ഗുരു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. കണ്ണാടികളിൽ ഗുരുവിൻ്റെയും അദ്ദേഹത്തിൻ്റെയും നിരവധി മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ണാടിയിൽ കണ്ട ഗുരുവിൻ്റെ മുഖം പ്രസന്നമായിരുന്നു, അയാളുടേതോ മ്ലാനവധനവും. ഗുരു പറഞ്ഞു, കണ്ണാടിക്ക് ഒരു ബലഹീനതയുണ്ട്. അതിന് പ്രതിഫലിപ്പിക്കുവാൻ മാത്രമേ അറിയൂ, സൃഷ്ടിക്കാൻ അറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളവരും. കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാൻ ഗുരു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ആ പുഞ്ചിരി എല്ലാ കണ്ണാടികളിലും പ്രതിഫലിച്ചു. ഗുരുവിൻ്റെ അടുക്കൽ നിന്നും അദ്ദേഹം പോകുമ്പോൾ മായാത്തൊരു പുഞ്ചിരി ആ മുഖത്തുണ്ടായിരുന്നു. ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ബുദ്ധിയും വിവേകവും നിറഞ്ഞ സൃഷ്ടിയാണ് മനുഷ്യൻ. മേൽപ്പറഞ്ഞ കഥയിലെ കണ്ണാടി പോലെ ലഭിക്കുന്നതെന്തും അതേ ത്രാസിൽ അളന്നു തൂക്കി തിരികെ നൽകാൻ കഴിവുള്ളവൻ. ഏതൊരു മനുഷ്യൻ്റെയും സന്തോഷത്തിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിൽ തന്നെയാണ്. പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളായ മനുഷ്യർക്കിടയിൽ വ്യത്യസ്തമായി പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നശ്വരങ്ങളായ നേട്ടങ്ങൾക്ക് പിറകെ പോകാതെ അനശ്വരമായ സന്തോഷവും നന്മയും ജീവിതത്തിൽ നിറയ്ക്കാൻ ശ്രമിക്കാം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി തനിക്ക് പിറക്കാൻ കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്ത ഈശോയെപ്പോലെ നമുക്കും വ്യത്യസ്തരാവാം. ഇപ്രകാരം മികച്ച രീതിയിൽ സന്തോഷവും സമാധാനവും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളായി മാറാം.